സുരേഷാണ് മുതലയെ നേരിടാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. നരഭോജികളായ 3 മുതലകളെയാണ് ഇതിനു മുമ്പ് ഇദ്ദേഹം നേരിട്ടിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഷാർപ്പ് ഷൂട്ടർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം കഞ്ചിന ഡാമിൽ ജനങ്ങളെ സ്ഥിരമായി ദ്രോഹിച്ചിരുന്ന ഒരു മുതലയാണ് അവസാനമായി വെടിവെച്ചു കൊന്നത്. ഷൂട്ടർ എത്തിയാൽ ഉടനെ തന്നെ കമിതാക്കളെ മോചിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പറയാം. സാർ, താങ്കൾ ഇതിനു മുമ്പ് നേരിട്ടിട്ടുള്ള മുതലകളിൽ നിന്നും ഈ മുതലയ്ക്കുള്ള പ്രത്യേകത എന്താണ്? ഞാനതിനെ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ തൽക്കാലം വഴിമാറും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയാം. തൽക്കാലം വഴിമാറ്. ഹലോ, ഐ ആം SI സുരേഷ്, ഷാർപ്പ് ഷൂട്ടർ. ഐ ആം SI വിശ്വംഭരൻ, അത്രയ്ക്കങ്ങ് ഷാർപ്പ് ഷൂട്ടർ അല്ല. ഈ മുതല നിലവിലെ എവിടെ ഉള്ളത്? ആ കാണുന്ന ഐലൻഡില്ല, അതിങ്ങനെ കരയ്ക്കും വെള്ളത്തിലുമായിട്ട് കിടക്കുക. ഈ മുതല നരഭോജി ലിസ്റ്റിൽ പെട്ടതാണോ? അല്ല, ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിപ്പോ ആളെ കൊല്ലാൻ കിടക്കുകയല്ലേ. അതുകൊണ്ട് കാര്യമില്ല. ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലേന്ന് പറയണം. ലിസ്റ്റിൽ ഇല്ലാത്ത മുതലേ വെടിവെച്ചാ ഞാൻ കോടതി കയറി ഇറങ്ങണം. അത് പിന്നെ മുതലേ വെടിവെക്കാൻ SP യുടെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല. വൈൽഡ് അനിമല, വന്യജീവി, വലിയ കേസാവും. ഇത് ഫയർഫോഴ്സ് ഓഫീസർ, ഇത് DFO. ഈ മുതല മാനിറ്റേഴ്സ് ലിസ്റ്റിലുള്ളതാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുതലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ മുതല തന്നെയാണോ? അതെങ്ങനെയാ അറിയുന്നത്? ഇവിടെ വേറെ ആരും മുതലേ കണ്ടിട്ടില്ല. അല്ലെങ്കിലും ഇതിപ്പോ ആളെ പിടിക്കാൻ നിൽക്കല്ലേ. പിടിക്കാൻ നിന്നാ പോരാ, ആരെങ്കിലും കടിക്കണം, എങ്കിലും പറ്റൂ. മുമ്പ് നാട്ടിലിറങ്ങിയ ആളുകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച പുലിയെ ഞാൻ വെടിവെച്ചു കൊന്നു. അതിനെ 3 വർഷമാണ് ഞാൻ കോടതി കയറി ഇറങ്ങിയത്. ഒന്നെങ്കിൽ മുതലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ പിന്നെ കളക്ടറുടെ സ്പെഷ്യൽ ഓർഡർ വാങ്ങണം. ഇതൊന്നുമില്ലാതെ വെടിവെക്കാൻ പറ്റത്തില്ല സാറേ. നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യൂ സാറേ. എനിക്കിനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഇവിടെ എന്നെ സംസാരിച്ചോണ്ടെന്നോ? സമയം എത്രയെന്ന് അറിയോ? എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? കളക്ടറുടെ ഓർഡർ ഉണ്ടെങ്കിൽ അയാൾ വെടിവെക്കുള്ളൂ. ഓ, കളക്ടറുടെ ഓർഡറിനൊക്കെ ഈ നേരത്തെ എവിടെ പോവാനാ? അല്ലെങ്കിൽ തന്നെ അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ? അത് പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാവണ്ടേ? ശരി, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. എന്തായി, സംസാരിച്ച് ഓക്കെ ആക്കിയ? അല്ലെങ്കിൽ വേണ്ട, താനാ SP ഒന്ന് വിളിക്ക്. പുള്ളി പറഞ്ഞ അയാൾ കേൾക്കും. ശരി. സാർ, ഞാൻ SI വിശ്വംഭരനാണ് സാർ. എന്താടോ, സുരേഷ് എത്തിയില്ലേ? എത്തി സാർ, പക്ഷെ പുള്ളി വെടിവെക്കാൻ കൂട്ടാക്കുന്നില്ല സാർ. അതെന്താ? അല്ല, ഈ മുതല നരഭോജികളുടെ ലിസ്റ്റിലുണ്ടോന്ന് പുള്ളിക്കൊരു സംശയം. ലിസ്റ്റിലുണ്ടെന്ന് DFO ഉറപ്പ് കൊടുത്തിട്ടും പുള്ളി സമ്മതിക്കുന്നില്ല സാർ. ഇപ്പൊ കളക്ടറുടെ ഓർഡർ ആണെന്നാ പുള്ളി പറയുന്നത്. ഛേ, താനാ ഫോണിന്ന് അയാൾക്ക് കൊടുത്തേ. ശരി സാർ. സംസാരിക്കേ. ആരാ? ആന്റണി സാറാ, SP. സാർ, താനെന്താ ഇവിടെ കാട്ടുന്നത്? സാർ, ഈ മുതല ലിസ്റ്റിലുണ്ടോന്നൊരു സംശയം, അതാ. എടോ, എന്തായാലും ഒരു മുതല ലിസ്റ്റിലുണ്ട്. ഇനി അഥവാ അത് ഇതല്ലെങ്കിൽ തന്നെ ലിസ്റ്റിലുള്ള മുതല ഇതാണെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പോരെ? അപ്പൊ അത് ഇനി എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല സാർ. വെറുതെ ഓരോന്ന് പറഞ്ഞ് സമയം കളയാതെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. രാത്രിയായ പിന്നെ ബുദ്ധിമുട്ടാവും. ശരി സാർ, ഞാനിപ്പോ തന്നെ തുടങ്ങാം. എന്നാ തുടങ്ങാം. വരൂ.